ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് എതിരെ പുതിയൊരു താരിഫ് വരുമെന്നുള്ള ഭീഷണി, ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഔട്ട്കം, ആർ ബി ഐയുടെ GDP ഫോർകാസ്റ്റ്, നമ്മുടെ ഇൻഡസ്ട്രിയലിൻ്റെ ലിസ്റ്റിങ്, ഇത്തരം കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇന്ന് മാർക്കറ്റിൽ IT സെക്ടറും ഫാർമ സെക്ടറും വീക്കായിരുന്നു. റിലയൻസും HDFCയും പോസിറ്റീവിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മളുടെ രണ്ടാമത്തെ പ്രധാന കാര്യമായിട്ടുള്ള RBI മോണിറ്ററി പോളിസി മീറ്റിങ്ങിൻ്റെ ഔട്ട്കമ്മിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടില്ല. കൂടാതെ തന്നെ GDPയിലേക്ക് വരുമ്പോൾ GDP ഫോർകാസ്റ്റ് അൺചേഞ്ച് ആയിട്ട് 6.5 നിലനിർത്തി. അപ്പോൾ അതൊരു RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് ഒരു നോൺ ഈവൻ്റ് ആയിട്ട് മാറി. എന്നാൽ ആ ഒരു നെഗറ്റിവിറ്റീനെ മറികടന്നത് റിലയൻസും HDFC ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. കാരണം IT സെക്ടർ കൂടാതെ തന്നെ ബാങ്കിങ് മേഖല വലിയ തോതിൽ വീക്ക്നെസ് ആയിരുന്നു. നിഫ്റ്റിയുടെ ടോപ്പ് ലൂസേഴ്സ് ആദ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കും. വിപ്രോ, സൺഫാർമ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ജിയോ ഫിനാൻസ്, ടെക്കം തുടങ്ങിയ കമ്പനീസ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. പിടിച്ചു നിർന്നത് HDFCയും റിലയൻസും മാറ്റി നിർത്തിയാൽ ഏഷ്യൻ പെയിൻറ്റും HDFC ലൈഫും ഭാരത് ഇലക്ട്രോണിക്സും ട്രെൻഡും അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസാണ്. വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ NSTയിലെ ലിസ്റ്റിംഗ് 17% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. അപ്പോൾ NSTയിൽ IPO നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം രേഖപ്പെടുത്തുക. കൂടാതെ രണ്ടാമത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, സെബി നമ്മുടെ വീക്കിലി എക്സ്പയറീസിനെല്ലാം തന്നെ അത് മാറ്റുമെന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പടർന്നു മാർക്കറ്റിൽ. എന്നാൽ സെബി ചെയർമാൻ തുഹിൻകാന്ത പാണ്ഡെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ സ്പെക്കുലേറ്റീവ് വാർത്തകളാണ്. നിലവിൽ സെബിക്ക് അങ്ങനെയുള്ളൊരു ഒരു പ്ലാൻ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ഇതിന് പ്രകാരം BSE സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തത് നമ്മൾ കണ്ടു. നേരെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. 3 യൂറോപ്യൻ മാർക്കറ്റും നിലകൊള്ളുന്നത് ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. FTSE, CAC 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ മിക്സഡായ രീതിയിൽ, ഫ്ലാറ്റായ രീതിയിൽ നിലകൊള്ളുമ്പോൾ ഇന്ന് ഇന്ത്യ വിക്സ് 2.5% സ്പൈക്ക് രേഖപ്പെടുത്തി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 128 പോയിൻ്റ് പ്ലസ്സിലാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിലും. ഇന്ന് ഗോൾഡ് നോക്കുകയാണെങ്കിൽ പെർ ഔൺസ് $16, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കാം, $16 ഗോൾഡ് ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ ഇന്ന് ഏകദേശം 1.54% ഉയർന്ന് 68.68 നിലയിലും. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ കൺസോൾട്ടേഷൻ ചെയ്ത് ഫർദറായിട്ടുള്ള റാലിയോ ഫോളൊന്നും ഇല്ലാതെ നിലകൊള്ളുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സുകളും നമ്മുടെ ലോക്കൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും. ഇനിയിപ്പോൾ US നിന്ന് ഈവൻറ്റുകളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി അവിടുത്തെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്. കൂടാതെ തന്നെ FOMCയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, അങ്ങനെ ഒരുപാട് ഈവൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഈവൻറ്റുകൾ, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, റിസൾട്ട് കലണ്ടറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ട്രേഡബിളി ടാബ് ഉണ്ട്. ട്രേഡബിളി ടാബിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ₹1 പോലും സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്ലോബൽ കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിലെ കാര്യങ്ങളും നമ്മൾ ന്യൂസിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് FNO ബാൻ അല്ലെങ്കിൽ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്, FIS ക്യാഷ് മാർക്കറ്റിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് പോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ട്രേഡബിലിറ്റി ടാബിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, കമ്മോഡിറ്റി, ക്രിപ്റ്റോ, ഇതെല്ലാം തന്നെ കുറഞ്ഞ ഫീസിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പറിലുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് കോഴ്സുകളെല്ലാം തന്നെ പഠിക്കാം. സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ആദ്യമായിട്ട് കിർലോസ്കർ ഓയിൽ കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇവർ നെറ്റ് പ്രോഫിറ്റ് 11% ഇടിവ് രേഖപ്പെടുത്തി, എന്നാൽ റവന്യൂ 8% ഉയർന്നു. GNFC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% വളരെ ഡൗൺ ആണ് ഉണ്ടായിട്ടുള്ളത്. കിംസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കമ്പനി 9.2% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 87 കോടി രൂപയിൽ നിന്ന് 79 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഹഡ്കോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. 558 നിന്ന് 630 ഉയർന്നു.
ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. റവന്യൂ 8% ഉയർന്നു. ഹീറോ മോട്ടോകോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 1122, ഈ തവണ 1162, ഫ്ലാറ്റാണ്. ഐക്കോൺ കമ്പനി 220 നിന്ന് 164 പ്രോഫിറ്റ് കുറഞ്ഞു. ട്രെൻഡ് 392 നിന്ന് 429 പ്രോഫിറ്റ് ഉയർന്നു. ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 2210 കോടി രൂപ കരസ്ഥമാക്കി. ഡാറ്റാമാറ്റിക്സ് കമ്പനി 43 നിന്ന് 50 കോടി രൂപയിലേക്ക് ഉയർന്നു. ഗോപാൽ സ്നാക്സ് കമ്പനി 24 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ജെഎൻഎഫ്സി 115 നിന്ന് 78 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. പ്രിൻസ് പൈപ്പ് 24 നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ലൂമാക്സ് കമ്പനി 34 നിന്ന് 36 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സംഗ്വി മോട്ടോഴ്സ് കമ്പനി 40 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ബ്ലൂ സ്റ്റാർ കമ്പനി 170 നിന്ന് 120 പ്രോഫിറ്റ് കുറഞ്ഞു. ഗോദ്രേജ് അഗ്രോവിറ്റ് കമ്പനി 135 നിന്ന് 149 പ്രോഫിറ്റ് ഉയർന്നു. റൈറ്റ്സ് കമ്പനി കഴിഞ്ഞ തവണ 90, ഈ തവണയും 90, പ്രോഫിറ്റ് ഫ്ലാറ്റ്. വെൽസ്പനും അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ള പ്രോഫിറ്റ്. KPR മിൽസ് കമ്പനി 200 കോടി രൂപയിൽ നിന്ന് 213 പ്രോഫിറ്റ് ഉയർന്നു. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി ഫെവിക്കോളിൻ്റെ നിർമ്മാതാക്കൾ 570 നിന്ന് 670 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നതായിട്ടാണ് ഇപ്പോഴുള്ള നമ്മളുടെ ന്യൂസുകൾ. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ട്രംപ് ഇന്ത്യക്ക് മേലുള്ള താരിഫുകളെല്ലാം തന്നെ ഉയർച്ച, അതായത് സ്പൈക്ക് രേഖപ്പെടുത്തുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മാർക്കറ്റ് നിലവിൽ അതീവ നെഗറ്റീവായിട്ട് അസഫ്നോ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാർക്കറ്റ് എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് താഴേക്ക് വന്നു. അതായത് നിഫ്റ്റി 25,000 റേഞ്ചാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 24,500 പതിയെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താഴേക്ക് വന്ന ഒരു കാഴ്ചയുണ്ട്. എനിവേ, ഈ താരിഫ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് US-ലുണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായ രീതിയിൽ യൂറോപ്പിലും ഏഷ്യയിലും എല്ലാ രാജ്യങ്ങളിലും ബാധിക്കും. ഇപ്പോൾ ഈ ഒരു താരിഫ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളുടെ ഇടയിലും നമ്മളുടെ RBI നമ്മുടെ GDP ഫോർകാസ്റ്റ് കട്ട് ചെയ്തിട്ടില്ല, നിലനിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ IMF പോലെയുള്ള ബാങ്കുകൾ അവരുടെ ഇന്ത്യയിൽ മേലുള്ള അവരുടെ ഫോർകാസ്റ്റുകളും നമ്മൾ ഇനി ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നാളെ രാവിലെ ഏരക്ക് പറ്റാണെങ്കിൽ കാണാൻ, കാരണം വളരെ വലിയ തോതിലുള്ള കോൾഡ് ഉണ്ട്. പരമാവധി എത്താൻ ശ്രമിക്കാം. താങ്ക് യു.